വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഭയങ്കര ചൂട് തുടങ്ങിയില്ലേ? ചൂട് 38 ഡിഗ്രി ഒക്കെയാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇന്ന് തയ്യാറാക്കാൻ പോണത് ആ ചൂടിന് നമുക്ക് സഹിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അതായത് തൈര് സാദം. ഓക്കെ, നമുക്ക് കഴിക്കാൻ സ്റ്റൊമക്കിനും ഒക്കെ നല്ല കൂളാണ് തൈര് സാദം. കഴിക്കാനും നല്ല സുഖമാണ്. എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. ഇതൊരു വീഡിയോയിലേക്ക് പോകാം. തൈര് ചോറിനായി നമ്മൾ 2 കപ്പ് ബിരിയാണി അരി എടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് കഴുകുക കേട്ടോ. കഴുകിയിട്ട് നമ്മൾ നല്ല വെള്ളം നിറച്ച് അതിനെ ഒന്ന് വേവിക്കാൻ വയ്ക്കുക. ബിരിയാണി അരി ഇല്ലെങ്കിൽ നമുക്ക് സാധാ അരിയും എടുക്കാം കേട്ടോ. സോ ബിരിയാണി അരി വെച്ചുകൊണ്ട് അത് പെട്ടെന്ന് വെന്തു. അതിനെ ഒന്ന് വാർക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതിനെ നല്ലോണം ചതയ്ക്കണം. അതിൽ പീസസ് ഒന്നും കാണാൻ പാടില്ല. ചോറിലിടുമ്പോൾ അത് കടിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ വേവിച്ച് വെച്ച ചോറിലേക്ക് ഉപ്പ് വിതറി കൊടുക്കുക ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് ഈ ചതച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല കുനുകുനേന്ന് മുറിച്ച പച്ചമുളക് ഇടുക. അതിലേക്ക് നമ്മൾ കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ തൈരൊക്കെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇതിൽ ഒരു പോയിൻ്റ് നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ കഴിക്കണതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് അപ്പം മിക്സ് ചെയ്ത് കഴിക്കുക. ഇല്ല ഇപ്പോൾ ട്രാവൽ ചെയ്യാനോ ഇല്ല ലഞ്ച് ബോക്സിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തൈരിൻ്റെ കൂടെ ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് പുളിക്കില്ല അധികം. ഒരു പാനിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏത് എണ്ണ വേണമെങ്കിൽ ഒഴിക്കുക. അതിലേക്ക് 1 സ്പൂൺ കടുക്, പിന്നെ 1 സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് ചുവന്ന മുളക്, കറിവേപ്പില, അതെല്ലാം കൂടി ഒന്ന് വഴറ്റുക. വഴന്ന് വരുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കാഷ്യൂനട്ടും ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ മുന്തിരിപ്പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വെറുതെ കടുക് വറുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈരും ചോറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്യൂ. ആൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. അതിലേക്ക് നല്ലോണം ഒരു പിടി മല്ലിയില വിതറി കൊടുക്കുക കേട്ടോ. അതിലേക്ക് തൊലിച്ച് വെച്ചിരിക്കുന്ന പൊമഗ്രാനേറ്റും കൂടി ഇട്ട് കൊടുക്കുക. സോ കാണാൻ എന്താ കളർഫുള്ള് അല്ലേ? കഴിക്കാനും അതുപോലെയാണ് കേട്ടോ. ഞാൻ ഇതെല്ലാം ഈ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഇതിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ തൈരിട്ടിട്ട് ഇഞ്ചിയിട്ട് കടുക് വറുത്തിട്ടും കഴിക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഇതുപോലെ നമ്മൾ എല്ലാം ഇട്ട് റിച്ചായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. പിന്നെ അടിപൊളി തൈര് ചോറ് റെഡി ആയിരിക്കുകയാണ്. ഈ തൈര് ചോറിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലവർക്ക് ഇത്തിരി ലൂസായിട്ടായിരിക്കും ഇഷ്ടം. അതൊക്കെ അവനവൻ്റെ സൗകര്യത്തിന് ചെയ്യുക. ഇപ്പോൾ നമ്മൾ തൈര് ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മളതിനെ ടേസ്റ്റ് ചെയ്യണം. വളരെ നന്നായിട്ടുണ്ട്, വെറുതെ പറയുകയല്ല. നമുക്ക് ഈ ചൂട് സമയത്ത് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അത് നമ്മളിതാ പറഞ്ഞ പോലെ പപ്പടമോ അച്ചാറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുക. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.